ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് കടലപ്പരിപ്പ് പ്രഥമനാണ്. നമ്മുടെ ഓണസദ്യയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പ്രഥമൻ. ഇതിൽ ഇന്ന് ഞാൻ കടലപ്പരിപ്പ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഇന്ന് കടലപ്പരിപ്പ് ഉപയോഗിച്ചുള്ള പ്രഥമനാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഈ കപ്പിൽ 1.5 കപ്പ്, ആദ്യം 1 കപ്പ് അളന്നു, അതിന് 1/2 കപ്പ് കൂടെ 1.5 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി കഴുകിയെടുക്കാം. എടുത്തതിന് ശേഷം കുക്കറിലിട്ടാണ് പായസത്തിന് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി കഴുകി എടുക്കാം. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. അതിൽ കുറച്ച് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഈ കഴുകിയെടുത്ത കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത് നമ്മൾ പയർ വറുക്കും പോലെ അത്ര നന്നായി വറുത്തെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. നെയ്യിൽ കൂടുതൽ നമ്മൾ പരിപ്പിനൊക്കെ പയർ വറുക്കുന്നത് പോലെ അത്രയും വേണ്ട. പരിപ്പ് പായസത്തിനാണെങ്കിലും പയർ നന്നായിട്ട് വറുത്തെടുക്കും. പക്ഷേ കടലപ്പരിപ്പിന് അത്രയും ആവശ്യമില്ല. കുറച്ച് സമയം ഒന്ന് ഇട്ടാൽ മതി. ചെറിയ ഒരു പച്ച ഒരു റാ സ്മെല്ല് അത് മാറാൻ വേണ്ടി ശർക്കര മതി. ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 2-3 വിസിൽ കേൾപ്പിക്കണം. നന്നായി വെന്ത് കിട്ടുന്നത് വരെ. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ ഇരട്ടി വെള്ളം, ഇപ്പോൾ 1.5 കപ്പ് പരിപ്പാണ് എടുത്തത്, കടലപ്പരിപ്പ്. അതുകൊണ്ട് ഞാനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. ഒരു 2 മിനിറ്റായി. ഇനി നമുക്കിതിലേക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് വെച്ച് വേവിച്ചെടുക്കാം. ശർക്കര ഒന്ന് അലിയിച്ചെടുക്കണം. അപ്പോൾ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു, ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കണം. കല്ലും മണ്ണും ഒക്കെ മാറ്റാൻ വേണ്ടി തിളപ്പിച്ചതിന് ശേഷം അരിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കുക്കറിൻ്റെ അടപ്പൊക്കെ എടുത്തു. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആദ്യം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ കേട്ടതിന് ശേഷം ഞാൻ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നു. അങ്ങനെ ഒരു 2 വിസിൽ കൂടെ ആയി. അപ്പോൾ ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് അടപ്പ് വയ്ക്കാതെ തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായി വെന്തത് കൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വേവിക്കുന്നില്ല. ഇതിൽ ശർക്കരപ്പാനി അരിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നു. ഇനി ഇളക്കി നമ്മൾ അടുപ്പത്ത് ഒന്നുകൂടെ വെച്ച് നല്ലപോലെ വരട്ടി എടുക്കണം. ഇപ്പോൾ ശർക്കര ഒഴിച്ചതിന് ശേഷം ഒന്ന് തിളച്ചു. ഇനി നമുക്കിതിലേക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. കുറച്ചുകൂടെ നെയ്യൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇത് നന്നായി വരണ്ട് വരണം. നമ്മൾ വരട്ടിയെടുക്കുന്നതിലാണ് പായസത്തിൻ്റെ ടേസ്റ്റ് വരുന്നത്. എത്ര നന്നായി വരട്ടിയെടുക്കാൻ പറ്റുമോ അത്രയ്ക്കും പായസത്തിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. നല്ല ഒരു ഷൈനിങ് കിട്ടും പായസത്തിന്. കാണാനും ഭയങ്കര ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇനി കുറേ സമയം ഇത് ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം.
ഇപ്പോൾ വരട്ടിയത് ഞാൻ മതിയാക്കി. ഇതുവരെ ഈ സ്റ്റേജിലെത്തി. ഇനി നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചെടുക്കാം. ഇപ്പോൾ വരട്ടിയെടുത്തതിൽ ഞാൻ രണ്ടാം പാല് ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിച്ചു. ഇപ്പം ഞാൻ ഇന്നലെ വരട്ടിയെടുത്തതാണ്. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പായസം ഉണ്ടാക്കുകയാണ്. പാല് പിഴിഞ്ഞെടുത്തു. പിന്നെ ഇവിടെ ചവ്വരിയും വെന്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് അവസാനമായി ഈ ഒന്നാം പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായി വെട്ടി തിളയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. തീ ഒന്ന് ലോയിലിട്ട് കൊടുക്കാം. നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു. അണ്ടിപ്പരിപ്പ് എടുത്തതിന് ശേഷം ഗ്രേപ്സും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. കരിയാതെ തീ അല്പം ഒന്ന് കുറച്ച് കൊടുക്കാം. ഈ വറുത്തെടുത്ത ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ആയി. നമുക്കിതും കൂടെ പായസത്തിലൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി അവസാനമായി ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്.